2.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ടി നമുക്ക് ഒരു 60,000 രൂപ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ, ഇത് നമുക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. പിന്നെ സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി എല്ലാം ഉണ്ട്. 0.6 ഡീസൽ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് വരുന്നത് 86,000 കിലോമീറ്റർ. ഈ വണ്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ ആണ്. അത് 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ സർവീസുള്ള വണ്ടി, ജെന്യൂൻ സർവീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഒരു ക്രെറ്റ ഫസ്റ്റ് ജനറേഷൻ അന്വേഷണം നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. 30,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 7 സീറ്റർ വണ്ടി ഉണ്ടാവും. അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇത് നമുക്ക് 6,60,000 രൂപ കൊടുക്കാം. ഫൈനൽ പ്രൈസ് 6,60,000. നല്ലൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ചെറിയ കിലോമീറ്ററോടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. 50,000 ഓടിയ സിംഗിൾ ഓൺഷിപ്പ്, അതും സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു കമൻറ്റ് പറഞ്ഞത് സാധാരണക്കാരനെ ബഡ്ജറ്റുള്ള വാഹനം ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല വാഹനങ്ങൾ, പുതിയ ഫ്രോങ്സ് ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ബ്രസ്സ ഉണ്ട്, 7 സീറ്റർ വാഹനങ്ങളുണ്ട്, ആഷ് ബാക്കുകളുണ്ട്, അതേപോലെ ക്രെറ്റയൊക്കെ നല്ല സാധാരണക്കാരുടെ ബഡ്ജറ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന ഇന്നോവ, ക്രെറ്റ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി ഷോറൂമായിട്ടാണ് വന്നിട്ടുള്ളത് ടിൻസ് ഡ്രൈവിൽ. അപ്പോൾ ഒത്തിരി കാലത്തിന് ശേഷം നമ്മളെ പുയ്യാപ്പള്ളിൽ നമ്മൾ പിടിച്ചു കൊണ്ടുവന്നാണ് നസീം. ആളെ കല്യാണമൊക്കെ റെഡിയായി നസീമിൻ്റെ ആളോ അല്ലാണ്ട് കിട്ടില്ലേന്. അപ്പോൾ ഇത്തവണ നമ്മൾ ഇന്ന് മൂപ്പരായിട്ടാണ് വന്നിട്ടുള്ളത്. നസീമ, നമ്മുടെ വീഡിയോ ആദ്യം കാരണം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് ടിൻസ് ഡ്രൈവിൻ്റെ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വണ്ടൂർ ചെറുകോടി 28 ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അത് പെരിന്തൽമണ്ണ ഊട്ടി റോഡിലാണ് നമ്മൾ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ എവിടെയുള്ളവർക്കും സുഖസുന്ദരമായിട്ട് എത്തിച്ചേരാം. ട്രിവാൻഡ്രം മുതൽ നമ്മൾ നിലമ്പൂർ റോഡിലേക്കുള്ള വാണിയമ്പലം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒറ്റ ട്രെയിനിൽ വന്നിട്ട് വാണിയമ്പലം ഇറങ്ങി ജസ്റ്റ് ഒരു 3-4 കിലോമീറ്ററോട് നമുക്ക് ഷോറൂമിൽ എത്തിച്ചേരാം. അപ്പോൾ ഇനി അതെല്ലാം വേറെ കാസർഗോഡ് ഭാഗത്തുള്ള ഷൊർണൂർ ഇറങ്ങിയിട്ട് നിലമ്പൂർ റോഡ് വണ്ടി കയറിയിട്ട് വാണിയമ്പലം ഇറങ്ങുക, വണ്ടൂർക്ക് വരിക, നമ്മളെ ഷോറൂമിൽ എത്തിച്ചേരാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മാക്സിമം പൊട്ടിച്ചിട്ടാണ് കൊടുക്കാം. പോളോന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ കേട്ടോളി. നമുക്ക് ഓൾട്ടോന്റെ പ്രൈസിനാണ് പോളോ തരാൻ പോകുന്നത്. അപ്പോൾ നമ്പറൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വൈറ്റ് ഫിനിഷിങ്ങിൽ ഡുവൽ ടോണൊക്കെ ചെയ്തിട്ടുള്ള ടോപ്പ് എൻഡ് വണ്ടിയാണോ? ഫുൾ ലോഡ് വണ്ടി, ഏറ്റവും ഫുൾ ലോഡ് വണ്ടി പോളോ ഡീസൽ ഇല്ല? ഡീസൽ വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2013 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഹൈലൈൻ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, റിയർ വൈപ്പർ, കമ്പനി അലോയ്സ്, അല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഡീസലിന്റെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോണ്, അതും ചെറിയ പ്രൈസിനാണ്. ഒരു ഓൾട്ടോന്റെ പ്രൈസ് ഡീസൽ ഏറ്റവും ടോപ്പ് ലോഡ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്റർ ഇത് 90,000 കിലോമീറ്റർ ആണ് മീറ്ററിൽ. അപ്പൊ നമുക്ക് ചെയ്യുന്ന റേറ്റ് ആണ് 2.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഫ്ലൂയിഡ് i20 ആണ്. നല്ല ഫീച്ചേഴ്സും നല്ല പെർഫോമൻസും നല്ല നല്ല മൈലേജ് കിട്ടുന്ന ഒരു കിടില ഐറ്റാണ് അല്ലേ? നല്ല ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അല്ലേ? സുഖമായിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2012 മോഡലാണ്. 13 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഡീസലാണോ പെട്രോളോ? ഡീസൽ വണ്ടിയാണ്. 20 എന്തായാലും മൈലേജ് കിട്ടും. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം ഉണ്ട്. എല്ലാം ഉള്ള വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ആസ്തയാണ്. സോ നമുക്ക് പുഷ് ബട്ടൺ വരുന്നുണ്ടല്ലോ അല്ലേ? പുഷ് ബട്ടൺ അന്ന് തുടങ്ങിയിട്ടില്ല ഇല്ല, അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങള് അലോയ്സ് എല്ലാം വരുന്ന ഡീസൽ 20 കിലോമീറ്റർ കിട്ടുന്ന 12-13 രജിസ്ട്രേഷൻ. കിലോമീറ്റർ പറഞ്ഞത് ഇത് ഓട്ടോമാറ്റിക് 1.4 അല്ലേ? എത്ര ചോദിക്കുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിന്? നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കും. 2.5 ലക്ഷം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഒക്കെ നമ്മൾ ചെറിയ പ്രൈസിനാണ് കേട്ടോ. ഇത്തവണ സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. അടുത്ത നമ്മൾ എത്തിയോസ് ലിവർ ഡുവൽ ടൂണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 മോഡലാണ്. GD ഓപ്ഷനിലാണ്. ഡുവൽ ടൂൺ ആണ് വണ്ടി. GD ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതുണ്ടാവില്ല. GDSP ആണത്? GDSP അല്ല, GD ഓപ്ഷനിൽ വരുന്ന റേസ് ടു കേരള വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള്, അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സും അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 4.4 കൊടുക്കാം. 4.4 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് ഒരു 60,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം കേട്ടോ. അടുത്ത് വീണ്ടും നമുക്കൊരു i20 തന്നെയാണ്. എലൈറ്റ് i20. ഇത് സ്പോർട്സ് ബട്ടൺ സ്റ്റാർട്ട് അലോയിലും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. അത് നമുക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളറാണ്. പിന്നെ സ്പോർട്സ് ആയതുകൊണ്ട് 6 ഗിയർ ഉണ്ടാവും.
അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു കൊടുക്കുന്ന ക്യാഷ് അത്രയും വെർത്ത് ആണെന്ന് പറയാം. അത്രയും നമുക്ക് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഇത് വരുന്ന ഓട്ടം 1:20 1:20. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല? എല്ലാം ഫിറ്റാ. ഡീസൽ വണ്ടി. 20 തന്നെ മൈലേജും കിട്ടൂല. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 490 കൊടുക്കാം. 490. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി നമുക്ക് ഒരു 60,000 രൂപ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അത് നമുക്ക് ക്രെറ്റ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് 2 വാഹനങ്ങളുണ്ട്. 2 വാഹനങ്ങൾ ക്രെറ്റ ഉണ്ട്. അതിൽ നമുക്ക് ഒരു അടിപൊളി വണ്ടിയാണ് KL 48 രജിസ്ട്രേഷന് 6A89 ഒരു സീരീസ് നമ്പറൊക്കെയാണ് വന്നിട്ടുള്ളത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡലാണ്. 1.6 വരുന്ന വേരിയന്റ് ആണ്. 1.6 ആണ് കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നതാണ്. നല്ല പെർഫോമൻസ് മൈലേജ് ഫീച്ചേഴ്സ്. ടോപ്പ് ലോഡ് വണ്ടിയാണോ അത്? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ് ആണ്. പുഷ്പട്ട് സ്റ്റാർട്ടിങ്ങും കീലെസ് എൻട്രിയും കമ്പനി അലോയ്സും എല്ലാ കാര്യങ്ങളും എല്ലാം വരുന്ന 1.6 ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് വരുന്നത് 86,000 കിലോമീറ്റർ. ഈ വണ്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിംഗിൾ ഓണർ ആണ്. അത് 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ സർവീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഒരു ക്രെറ്റ ഫസ്റ്റ് ജനറേഷൻ അന്വേഷണം നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് പറയാം. കാരണം ഈ ഒരു കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ വണ്ടി ഇട്ടാൽ ഇച്ചിരി പാടാണ്. ക്രെറ്റയില് എത്ര ചോദിക്കും നമ്മളിതിന്? 7,000. ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസ് കൊടുത്താലും മതി. പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്കൊരു 70,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റില്ല. അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് വീണ്ടും നമുക്കൊരു എലൈറ്റ് i20 തന്നെയാണ്. നമുക്ക് നേരത്തെ ഒരു റെഡ് ഫിനിഷിംഗ് ആണെങ്കിൽ ഇതൊരു ആഷ് കളർ ഇല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡൽ വണ്ടിയാണ്. 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 15 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വരുന്നത്. ടോപ്പ് ലോഡ് ആണ് വണ്ടി. ഇത് ആസ്റ്റോ ഓപ്ഷൻ ആണ്. വേറെ ഓപ്ഷൻ ഇല്ല. ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ റിയർ AC ഇവന്റ് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കമ്പനി അലോയ്സ് സിസ്കീർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. എത്ര നമ്മൾ ഈ വാഹനത്തിൽ ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ കൊടുക്കാം. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഈ വണ്ടി നമുക്ക് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഡീസൽ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അത് നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അടുത്താണ് വലിയൊരു വാഹനം. ചെറിയൊരു പ്രൈസിന് ഡീസൽ വണ്ടി അല്ല. ഡീസൽ വണ്ടി 22-23 മൈലേജ് കിട്ടുന്ന 2013 നിസാന്റെ സണ്ണിയാണ്. ഓക്കെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? ഇത് 88,000 കിലോമീറ്റർ ആണ് വരുന്നത് മീറ്ററിൽ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടി നമുക്ക് 2,27,000 രൂപ കൊടുക്കാം. അതാണ് ചെറിയ പ്രൈസിനാണ് ഈ ഒരു വലിയ വാഹനം. നമുക്ക് മൈലേജ് ഒക്കെ ഉള്ള നല്ലൊരു കിട്ടുന്ന വണ്ടി. അടുത്ത നമ്മളൊരു 7 സീറ്ററിലേക്കാണ് പോകുന്നത്. ഹോണ്ടയുടെ BRV. കാരണം ഇത് നമുക്ക് നല്ലൊരു ക്ലാസ് വണ്ടിയാണ്. 7 സീറ്റർ ആണ്. നല്ല സ്പേഷ്യസ് ആണ്. എന്നാൽ നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുപോകാം. പൊതുവെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 ആണ് മോഡൽ. മിഡിൽ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ AC കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്. പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് കാര്യങ്ങൾ അത്യാവശ്യം റൂഫ് റെയിലൊക്കെ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഇത് 91,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി എല്ലാം ഉണ്ട് വണ്ടിക്ക്. 4,80,000 രൂപ ഇതിന് ലോൺ കിട്ടും. 4,80,000 ലോൺ കിട്ടും. ഇത് നമുക്ക് വളരെ ഓഫർ പ്രൈസ് 5,10,000 രൂപക്ക് വണ്ടി കൊടുക്കാം. 30,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 7 സീറ്റർ വണ്ടി ഉണ്ടാവും. അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. വീണ്ടും നമുക്കൊരു ക്രെറ്റ തന്നെയാണ്. നേരത്തെ ഒരു ക്രെറ്റ നമ്മൾ പരിചയപ്പെട്ടു. സിംഗിൾ ഓൺഷിപ്പിൽ 86,000 ആയിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു? ഇത് 2017 സെയിം മോഡലാണ്. ഇത് മിഡിൽ ഓപ്ഷൻ ആണ്, ഫുൾ ഓപ്ഷൻ അല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി എല്ലാം ഉണ്ട്. ഈ വണ്ടി നമുക്ക് വളരെ ഓഫർ പ്രൈസ് കൊടുക്കാം. നമുക്ക് നിങ്ങളെ ഒരു യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 6,60,000 രൂപ പൊട്ടിച്ചു കൊടുക്കാം. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അതും ടയേഴ്സ് ഒക്കെ എല്ലാം പക്കയാണ്. അത് നമുക്ക് ക്രെറ്റയില് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ഇല്ലാത്ത വണ്ടിയാണ്. കാരണം ഇപ്പത്തെ 3rd ഉം 4th ഒക്കെ എന്ന് പറഞ്ഞാല് ECM അങ്ങനെ കംപ്ലൈൻസുകൾ ഒത്തിരി പറയുന്നതാണ്. ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ അന്വേഷിച്ചെടുക്കും. ക്രെറ്റയെ കുറിച്ച് അറിയുന്നവർ എടുക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ വരുന്നത് 98 കിലോമീറ്റർ വരുന്നത്. ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 6,60,000 രൂപ കൊടുക്കാം. ഫൈനൽ പ്രൈസ് 6,60,000. നമ്മളെ യൂട്യൂബ് ചാനലിൽ മാത്രമുള്ള ആൾക്കാർക്ക് റേറ്റ് ആണ്. നമുക്ക് എത്ര രൂപ ഈ വണ്ടി നമുക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും നമ്മളൊരു 7 സീറ്റർ തന്നെയാണ്. ഇനോവ. ഏറ്റവും കൂടുതൽ ഫാമിലി അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ഇന്നോവ എന്ന് പറഞ്ഞാൽ. ഇന്നും ഒരു ക്ലാസ് ആണ് അല്ലെ? അന്നും ഒരു ക്ലാസ് ആണ് വണ്ടി.
എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 G4 ഇന്നോവയാണ്. റീറ്റു കേരള വണ്ടിയാണ്. ഇന്റർകൂളർ വണ്ടിയാണ്. സോ അത്യാവശ്യം നമുക്ക് നല്ല മൈലേജ് കിട്ടും. അതേപോലെ തന്നെ Type 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്കേട്ടിങ് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് 1,40,000 കിലോമീറ്റർ ആണ് വരുന്നത്. 140. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്, ഫിറ്റ് ആണ്, ഒരു കംപ്ലൈന്റും ഇല്ല. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അല്ലേ? നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇത് നമുക്ക് 5,90,000 ആസ്ക് ചെയ്യുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 590 ചോദിക്കുന്നുണ്ട്. ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് ഒരു 1 lakh ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും. അടുത്ത് വീണ്ടും നമുക്കൊരു ബഡ്ജറ്റ് കാറാണ്. വാഗ്നർ എന്ന് പറഞ്ഞാൽ കുറെ ഫാമിലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. കാരണം നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് ആണ്, നല്ല യാത്രാ കംഫർട്ട് ആണ്, ഒരു സെമി ക്ലാസ് വണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2010 മോഡലാണ്. LXI വേരിയന്റ് ആണ്. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ്. ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല. പോസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. ഗുരുവായൂർ രജിസ്ട്രേഷൻ അല്ലേ? എത്രയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 1,40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. നമുക്ക് 1,40,000 രൂപ ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അടുത്ത നമുക്കൊരു ക്ലാസ് വണ്ടിയാണ്. നമ്മൾ പ്രീമിയം ലെവലിൽ വരുന്നൊരു ഹൈറ്റ് ആണ്. ഫുൾ ബ്ലാക്കിൽ സിറ്റി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാണ് ഒരു കിഡിൽ ഐറ്റം. അല്ല ഡയമണ്ട് കട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 4 Gen ആണ്. അതേപോലെ തന്നെ ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിഡിലൻ ഐറ്റം. ഡീസൽ ആയതുകൊണ്ട് തന്നെ 22-23 ലോങ് ഡ്രൈവിൽ മൈലേജും കിട്ടൂല. എങ്ങനെയായിരുന്നു ഈ ഒരു സിറ്റി ഡീറ്റെയിൽസ്? എങ്ങനെയായിരുന്നു? ഇത് ഹോണ്ട സിറ്റി ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. 4 Gen കൺവേർട്ട് ചെയ്തു. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ വരുന്നത് 88,000 കിലോമീറ്റർ വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. നമുക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്, അതും ഡീസലാണ്. 88,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്ക് ചോദിക്കുന്നത് 4,65,000 രൂപ. 4,65. ഇന്നിപ്പോ ഒരു വാഗണർ ഒക്കെ കൊണ്ടുപോകുന്ന പ്രൈസിന് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അതും ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള വണ്ടി. പക്ഷേ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 60,000 രൂപ വണ്ടി ഇറക്കാം. അടുത്ത നമ്മൾ വീണ്ടും ഒരു സെഡാനൊക്കെ നോക്കുന്നവർക്ക് നമുക്ക് മാരുതിന്റെ ഒരു സ്വിഫ്റ്റ് ഡിസൈർ. അപ്പൊ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള വൈറ്റ് ഫിനിഷിംഗില് പക്ക ഒരു സെമി എക്സിക്യൂട്ടീവ് വണ്ടിയില്ല. നല്ല കമ്പനി സർവീസിൽ വണ്ടി. അത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 VXI ആണ്. ഇത് നമുക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി വരുന്നത്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് 4,67,000 രൂപ ഫുൾ ലോൺ കൊടുക്കാം. 465 ഫുൾ ലോൺ ആണ്. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. ഫുൾ കമ്പനി സർവീസ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഫുൾ ലോണിൽ ഇറക്കും ചെയ്യാമല്ലോ. അപ്പൊ നമ്മളൊരു ബ്ലാക്ക് സിറ്റി കഴിഞ്ഞു. അടുത്ത തവണ നമുക്കൊരു ക്ലാസ് വണ്ടി തന്നെയാണ്. ഒരു പ്രീമിയം കളർ തന്നെയാണ് ഈ ഒരു കളറില്ല. അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. റെയർ എഡിഷൻ ആണ്. നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. KL53. ഇവിടെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ തന്നെ വരുന്ന ഒരു സിറ്റി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 പെട്രോൾ എഡിഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നല്ല ഫീച്ചേഴ്സിന് അത്യാവശ്യം മൈലേജും കിട്ടും. നല്ല യാത്രാ കംഫർട്ട് ഉള്ള ഒരു വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡല് സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി കിലോമീറ്റർ വരുന്നത് 80,000 കിലോമീറ്റർ ആണ്. പിന്നെ അത് നമുക്ക് 5,90,000 രൂപ ചോദിക്കണേ, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 590 ഏകദേശം ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ ചെയ്യാം. ചെറിയ കിലോമീറ്ററോടെ വണ്ടിയാണ്. അപ്പോൾ ഡെയിലി യൂസിനൊക്കെ ലോ മൈനസ് നല്ലൊരു ക്ലാസ് വണ്ടി നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷന് ചെറിയ പ്രൈസിന് വണ്ടി ഇറക്കാൻ ചെയ്യാൻ പറ്റും. അടുത്തതാണ് നമുക്ക് ഏറ്റവും ജനപ്രിയ മോഡലാണ് സ്വിഫ്റ്റ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, അതേപോലെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്നുള്ള വൈറ്റ് ഫിനിഷിംഗിൽ ഒരു അടിപൊളി വാഹനം. സർവീസ് ബുക്കും സെക്കൻഡ് ചാവി ഒക്കെ ഉണ്ട്. എല്ലാം ഉള്ള വണ്ടിയാണ് അല്ലേ? ഇത് മാനുവൽ ആണോ അതോ ഓട്ടോമാറ്റിക്? ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2022 മോഡലാണ് കേട്ടോ. ഓട്ടോമാറ്റിക് KL10 വരുന്ന വണ്ടിയാണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ഫുള്ള് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. കിലോമീറ്റർ പറഞ്ഞത് വെറും 50,000 കിലോമീറ്റർ മാത്രം. 50,000 കിലോമീറ്റർ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് അത്രയും നമുക്ക് സെക്കൻഡ് കീ, സർവീസ് ബുക്ക്, അങ്ങനെ A to Z ഉള്ള അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി. ഒരു കസ്റ്റമർ എടുക്കാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാല്ല. പെട്രോൾ അടിച്ചാൽ മാത്രം മതി. പെട്രോൾ അടിക്കുക, ഓടുക, ഒന്നും ചെയ്യാനില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 6,00,000 രൂപ കൊടുക്കാം. 6,00,000 രൂപ കൊടുക്കാം. ഫുൾ ഓൺ നല്ലൊരു കസ്റ്റമർ എന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ചെറിയ കിലോമീറ്ററോടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. 50,000 ഓടിയ
സിംഗിൾ ഓൺഷിപ്പ്, അതും സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം. അടുത്ത ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഫ്രോങ്സ്. നിലവിലെ ഇപ്പോ കമ്പനിയിലൊക്കെ ബുക്കിംഗ് തന്നെ വരുന്ന ഒരു വണ്ടിയാണ് അല്ലേ? ബുക്കിംഗ് വരുന്ന വണ്ടിയാണ്. ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ 6 മാസം വരെ വെയിറ്റിംഗും വരുന്ന വണ്ടിയാണ് അല്ലേ? അത് നമുക്ക് നെക്സ ബ്ലൂവിൽ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഒരു സെമി ലെവല് SUV വാഹനമാണ്. നല്ല യാത്ര കംഫർട്ട് ഉള്ള ഒരു വാഹനമാണ്. SKL 65, അത് നല്ല തിരുവങ്ങാട് രജിസ്ട്രേഷന്, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ, അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി റെസിസ്റ്റൻസ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മൈലേജ് കിട്ടും, ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം വന്നിട്ടുണ്ട് അല്ലെ? കമ്പനി അലോയ്സ് അടക്കം വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2023 ഡെൽറ്റ പ്ലസ് 75,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ, നമുക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. പിന്നെ സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി എല്ലാം ഉണ്ട്. ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് 8,900. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 1 lakh ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കസ്റ്റമർ നമുക്ക് ചെയ്ത് കൊടുക്കാം, വണ്ടി കൊടുക്കാൻ പറ്റില്ല. അടുത്ത തവണ നമുക്കൊരു ഏറ്റവും ഹോട്ട് സെല്ലിങ്ങോ അതേപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് സെൽട്ടോസ്. ഡീസൽ അല്ല വണ്ടി വരുന്നത്? ഡീസൽ വണ്ടി, കിയ സെൽട്ടോസിന്റെ 21 മോഡലിൽ വണ്ടി. 21 മോഡൽ വണ്ടി, 21 മോഡലില് ഫുള്ള് ഓപ്ഷൻ HTK പ്ലസ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി അലോയ്സ് കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ്. 21 മോഡൽ ഡീസൽ, 86,000 കിലോമീറ്റർ. 86,000 എത്ര രൂപ കൊടുക്കാൻ പറ്റും ഈ വണ്ടി? നമുക്ക് ഇത് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഈ വണ്ടി നമുക്ക് 11.5 ലക്ഷം രൂപ കൊടുക്കാം. നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ 11.5 ലക്ഷം രൂപ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 lakh ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ 60-70 രൂപക്ക് ഇറക്കാം. ഒരു നോർമൽ കസ്റ്റമർക്ക് 1 lakh ഡൗൺ പേയ്മെന്റ് ചെയ്യാം. ഇടയിലൊന്നും വെള്ളം കുടിക്കാല്ലേ? വെള്ളം കുടിച്ചു. അടുത്ത തവണ വീണ്ടും നമുക്കൊരു കിട്ടുന്ന SUV ആണ്. മാരുതിന്റെ ഒരു SUV അന്വേഷിച്ച് നടക്കുന്നവർക്ക് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഡോൾട്ടൂളിലൊക്കെ വരുന്ന ഒരു ബ്രസ. ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസൽ ZD പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ടോപ്പിന്റെ പുഷ്പയുടെ സ്റ്റാർട്ടിങ്ങും. ഇതിപ്പോ സർവീസ് കഴിഞ്ഞ ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ചെയ്യിക്കാനൊന്നുമില്ല. വരുന്ന ആൾക്ക് ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി. പ്രൊജക്ഷൻ ലാംപ്സ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, കമ്പനി അലോയ്സ്, പുഷ്പയുടെ സ്റ്റാർട്ടിങ്, നല്ല ഹൈ ക്വാളിറ്റി റെസിസ്റ്റൻസ് കവേഴ്സ്, റിയറിൽ AC വെന്റ്, റിയറിൽ വൈപ്പർ, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. റൂഫ് റെയിൽ വാഹനം ഡോൾട്ടൂൺ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 ZD പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി, അത് ഡോൾട്ടൂൺ ലിമിറ്റഡ് എഡിഷൻ വണ്ടി കേട്ടോ. കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ 87,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കേട്ടോ. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഈ വണ്ടി നമ്മൾ ചോദിക്കണേ 7,30,000 രൂപ. 30 ഡീസൽ വണ്ടി ZD പ്ലസ്. ഏകദേശം എത്ര രൂപ? ഒരു 70,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത നമുക്കൊരു ക്ലാസ് വണ്ടിയാണ്. നല്ല ഫീച്ചേഴ്സും പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ലക്ഷറി, സെമി ലക്ഷറി ലെവലിലുള്ള സെഡാൻ ഒരു വാഹനമാണ് വേർണ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2016 വെർണ 1.6 വേരിയന്റിൽ വണ്ടിയാണ്. നമ്മളെ ക്രെറ്റൊക്കെ വരുന്ന സെയിം എഞ്ചിൻ. അപ്പൊ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ടൈപ്പിൽ എഞ്ചിനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ക്രെറ്റ വേണമെങ്കിൽ 2 ഉണ്ട്. സെഡാൻ ടൈപ്പ് വേണമെന്നുള്ളവർക്ക് നമുക്ക് വെർണിംഗ് ഉണ്ടാവും. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ? ഇത് 2016 സെക്കൻഡ് ഓൺഷിപ്പ് വരുന്നത്, 1,25,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് കേട്ടോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടീഡ് ആണ് വണ്ടി കേട്ടോ. ഡീസൽ വണ്ടിയാണ്. ഇത് നമുക്ക് 5,40,000 ആണ് ചോദിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 40,000 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറങ്ങും ചെയ്യാം. അടുത്ത തവണ നമുക്ക് മൂന്നാമതും സിറ്റി തന്നെയാണ്. സിറ്റി ഇപ്പോൾ പല ജനറേഷന് പല കളേഴ്സിലുണ്ട്. ഇനി വൈറ്റ് വേണമെന്നുള്ളവർക്ക് നല്ലൊരു കിഡ്ലം വൈറ്റ് വണ്ടി, 4th ജെൻ തന്നെയാണ് വരുന്നത്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് ഡീസൽ വണ്ടി കേട്ടോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 ഡുവൽ ടൂണിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ് കേട്ടോ. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 6 ലക്ഷം രൂപയാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 6 ലക്ഷം രൂപയുടെ ഡീസൽ വണ്ടിയാണ്. ഏകദേശം മൈലേജ് നോക്കണമെങ്കിൽ ഒരു 22-24 വരെ നമുക്ക് ലോങ് ഡ്രൈവിൽ മൈലേജും കിട്ടും. 4th ജനറേഷൻ പറഞ്ഞാൽ ഒന്നുകൂടി ഡിമാൻഡുള്ള ഒരു ജനറേഷനാണ്. അപ്പോൾ അതും ഒറിജിനൽ കേരള വണ്ടി. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 6 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 70,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങും. വീണ്ടും നമുക്കൊരു പ്രീമിയം സെഗ്മെന്റിൽ ഒരു സെഡാൻ നോക്കുന്നവർക്ക് ഒരു ഓഡി വൈറ്റ് ഫിനിഷിംഗ് വാഹനമാണ്. അടിപൊളി വണ്ടി അല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു വെഹിക്കിൾ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2011 മോഡല് 12 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. കേരള വണ്ടിയാണോ അതോ ഒറിജിനൽ കേരള വണ്ടി? ഒറിജിനൽ കേരള വണ്ടി വിത്ത് സൺറൂഫ് എല്ലാം വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് ഓഡി
പ്രീമിയം സെഗ്മെന്റിൽ ഇറക്കിയ വണ്ടിയാണ് ഓഡി A6 ആണ്. ഓഡി A6 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് റെയർ എഡിഷൻ ആണ്. അതെ. അപ്പോൾ ചില്ലറ സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. എയർ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇത് ഒരു പ്രീമിയം ലുക്ക് തന്നെ വണ്ടിക്ക് എവിടെ കൊണ്ടുകഴിഞ്ഞാലും കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിന്? ഈ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 8,10,000 രൂപ. 8,10,000 നമുക്ക് വണ്ടി കൊടുക്കാം. ഓഡി A6 ആണ്. എയർ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 8,10,000 ഒറിജിനൽ കേരള വണ്ടിയില്. ലോൺ സൗകര്യം ഉണ്ടാവും? ഫിനാൻസ് നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ട്രാക്ക് കാര്യങ്ങളൊക്കെ അടുത്ത നമുക്കൊരു ജാസ് ആണ്. ഡീസലാണ് വണ്ടി വരുന്നത്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് CNG. ഓ, അപ്പൊ നമുക്ക് കംഫർട്ടും ഉണ്ടാവും, എന്നാൽ മൈലേജ് ഇല്ല എന്നുള്ളതിന് നമുക്ക് CNG ആഡ് ചെയ്യാം. അപ്പൊ നിലവിൽ CNG ആഡ് ചെയ്യാൻ 10-25 രൂപ ചെലവാണ്. അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2017 മോഡല്, 80,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഇത് നമുക്ക് ചോദിക്കുന്ന റേറ്റ് 4,95,000 രൂപ. വിത്ത് നമുക്ക് CNG ആഡ് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? നമുക്ക് ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ചെയ്യാം. അടുത്ത വീണ്ടും നമുക്കൊരു Elite i20 ആണ്. i20 അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് ഡുവൽ ടോൺ ഒക്കെ വന്നിട്ടുണ്ട്, സിൽവർ ആണ്. അത് നമുക്ക് Elite i20 ഫസ്റ്റ് ജനറേഷൻ ആണ്. ഡീസൽ ആണ് വണ്ടി വരുന്നത്. ഡീസൽ വണ്ടി 2016 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ. 5,30,000 രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. ഓപ്ഷൻ ഏതായിരുന്നു? ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഫാസ്റ്റ് സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 6 ഗിയർ, പുഷ് കീലെസ് എൻട്രി, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾസ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വണ്ടിയാണ്. മൈലേജ് ഒരു 18 മൈലേജും കിട്ടും. ചോദ്യം നമ്മൾ 5,30,000. 5,30,000 ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് ഒരു 60,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത എഗെയിൻ നമുക്കൊരു വീണ്ടും നമുക്ക് മാരുതിന്റെ ഒരു കിഡ്ല SUV ആണ് S-Cross. അത് നെക്സ ബ്ലൂല് വിത്ത് ഫാൻസി നമ്പർ ഒക്കെ വരുന്ന KL40 രജിസ്ട്രേഷൻ. ഈ വണ്ടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടി ഹൈബ്രിഡ് ആണ്. ഡീസൽ ഹൈബ്രിഡ് ആണ്. അപ്പൊ നല്ല മൈലേജ് കിട്ടും, നല്ല ഫീച്ചേഴ്സും ഉണ്ട്, നല്ല സ്റ്റെബിലിറ്റി പെർഫോമൻസ് എല്ലാം വരുന്ന മാരുതിയിലെ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ള വണ്ടി തന്നെയാണെന്ന് പറയാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 വണ്ടി, 90,000 കിലോമീറ്റർ, സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഇത് ആൽഫ പ്ലസ് ആണ്, ഹൈബ്രിഡിൽ വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് 7,25,000 രൂപ. 7,25,000 ബെസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു 70,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. വണ്ടി ഇറക്കും ചെയ്യാൻ പറ്റും. അടുത്തൊരു ഓൾട്ടോന്റെ പ്രൈസിൽ നമ്മളൊരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു കിടിലൻ ഐറ്റം, അതും ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന ഒരു എലൻട്ര. നെട്ടിക്കുന്ന പ്രൈസാണ്. മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ ഡീറ്റെയിൽസ് ആണ് കേട്ടോളൂ നിങ്ങൾ. ഇത് 2012 ഫുൾ ഓപ്ഷൻ വരുന്ന എലാൻഡ്രയാണ് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ആണ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 90,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പ്രീമിയം സെഗ്മെന്റിൽ വന്നിരുന്ന ഒരു വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 10 ലക്ഷം റേറ്റ് വന്നിരുന്നു ഓൺ റോഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മോഡൽ 2012 മോഡൽ അല്ലേ? എത്ര നമ്മൾ ഈ വാഹനത്തിന് ഇപ്പൊ ചോദിക്കുന്നു? ഓഫർ റേറ്റ് ആണ് പറഞ്ഞത്. പ്രൈസിൽ 3,40,000 രൂപ കൊടുക്കാം. അതായത് 3,40,000 രൂപക്കാണ് ഏറ്റവും ടോപ്പ് എൻഡിൽ 1.6 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കുന്നത്. വെറും 3,40,000 രൂപ, 3,45 കേട്ടോ. അപ്പൊ അതാണ് നമ്മളെ ടെസ്റ്റ് ഡ്രൈവിലായിരുന്നു. 3 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 45 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ അതാണ് നമ്മള് ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. അതും സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല വലിയ വാഹനങ്ങൾ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ചെറുകോട് 28-ലാണ് ടെസ്റ്റ് ഡ്രൈവ്. അപ്പോൾ ഡെയിലി അപ്ഡേഷൻ ഇവരെ പേജ്, നമ്മളെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. വീഡിയോയുടെ നമ്പർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് നസീം സൈനിങ് ഓഫ്.